ഇപ്രാവശ്യം ബ്രിട്ടീഷുകാരുടെ കാലത്തെക്കുറിച്ച് ചെന്നായ് കഥകൾ കേട്ടാലോ? കടുവകളും പുലികളും കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അക്കാലത്ത് ആക്രമിച്ചിരുന്ന മൃഗങ്ങൾ ചെന്നായ്ക്കളാണ് എന്നാണ് ബ്രിഗേഡിയർ ജനറൽ R.G. ബർട്ടൺ 1928 സ്പോർട്ട് ആൻഡ് വൈൽഡ് ലൈഫ് ഇൻ ദി ഡെക്കാൻ എന്ന ബുക്കിൽ പറയുന്നത്. ഹോഷംഗാബാദിൽ ഒരു കൂട്ടം ചെന്നായ്ക്കൾ 100-ലധികം ആളുകളെ അക്കാലത്ത് കൊന്നിട്ടുണ്ട്. എലിച്ച്പൂരിൽ കഴുത്ത് തകർക്കപ്പെട്ട നിലയിൽ ഒരു കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുവന്നതും ജൽനയിൽ ഒരു കൂട്ടം ചെന്നായ്ക്കൾ ഒരു സ്ത്രീയെ കടിച്ചു കയറി കൊന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ ബുക്കിൽ പറയുന്നുണ്ട്. മറ്റൊരാൾ ക്യാപ്റ്റൻ ഫോർസൈത്ത് 2 ചെന്നായ്ക്കൾ വളരെ തന്ത്രപൂർവ്വം ഒരു ഗ്രാമത്തിൽ നിന്നും കുട്ടികളെ മാത്രം തിരഞ്ഞു പിടിച്ച് തട്ടിക്കൊണ്ടു പോയിരുന്ന ഒരു സംഭവം ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കുന്നുണ്ട്. ഒരു മലയുടെ ചെരുവിലായിരുന്നു ആ ഗ്രാമം ഉണ്ടായിരുന്നത്. 2 ചെന്നായ്ക്കളിൽ ഒരെണ്ണം ഗ്രാമത്തിന് താഴെയുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കും. രണ്ടാമത്തെ ചെന്നായ ഗ്രാമത്തിന്റെ മുകൾ ഭാഗത്താവും പതുങ്ങിയിരിക്കുക. മുകളിലിരിക്കുന്ന ചെന്നായ പറ്റിയ സമയം നോക്കിയിട്ട് താഴേക്ക് പാഞ്ഞു നിന്നിട്ട് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കടിച്ചെടുത്തുകൊണ്ട് കാട്ടിലേക്ക് മിന്നൽ വേഗത്തിൽ കടന്നു കളയും. ആളുകൾ ആ ചെന്നായിയെ പിന്തുടരുന്ന തക്കം നോക്കിയിട്ട് രണ്ടാമത്തെ ചെന്നായ ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട് മറ്റൊരു കുട്ടിയെ കൂടി കടിച്ചെടുത്തുകൊണ്ട് കാട്ടിലേക്ക് ഓടിമറിയും. ഇത് 2 തവണ ആവർത്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗ്രാമവാസികൾക്ക് കാര്യം പിടികിട്ടുകയും 3-ാം തവണ അവർ ആദ്യത്തെ ചെന്നായിയെ പിന്തുടരുന്ന പതിവ് നിർത്തിയെന്നുമാണ് ക്യാപ്റ്റൻ ഫോർസൈത്ത് പറയുന്നത്. അപ്പോഴേക്കും ഒരു കുട്ടി മാത്രമാണല്ലോ നഷ്ടപ്പെടുക. പട്ടാപ്പകലാണ് ഇതെല്ലാം സംഭവിച്ചിരുന്നത്. ഉറപ്പില്ലാത്ത കൂരകളിൽ താമസിച്ചിരുന്ന അക്കാലത്തെ ആദിവാസി ജനത ഇത്തരം മൃഗങ്ങളിൽ നിന്നും ക്രൂരമായിട്ടുള്ള അറ്റാക്സ് നേരിട്ടിരുന്നു എന്നാണ് ബർട്ടന്റെ മുക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. ഇന്ത്യൻ ഗ്രേ വുൾഫ് എന്ന് പറഞ്ഞ ഈ ചെന്നായ വർഗം ഇന്ന് വംശനാശത്തിന്റെ വക്കിലാണ് ഉള്ളത്.